CPIM സംസ്ഥാന സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കുന്ന സംസ്ഥാന സമിതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. 19ഓളം അംഗങ്ങളെ ഒഴിവാക്കിയേക്കുമെന്നാണ് സൂചന. പ്രായപരിധി, അനാരോഗ്യം, പ്രവർത്തന പോരായ്മ തുടങ്ങിയവയാണ് ഒഴിവാക്കാനുള്ള കാരണങ്ങൾ. പ്രായപരിധിയിൽ തട്ടിയാണ് ഭൂരിഭാഗം പേരും പുറത്തുപോകുന്നത്. പുതിയ സംസ്ഥാന സമിതിയിൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാതിനിധ്യം കിട്ടിയേക്കും. കൊല്ലത്ത് ചേരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന സമിതിയെ തിരഞ്ഞെടുക്കാനിരിക്കെ 18ഓളം അംഗങ്ങൾ ഒഴിവാക്കപ്പെടുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. പ്രായപരിധി, അനാരോഗ്യം, പ്രവർത്തന പോരായ്മ തുടങ്ങിയ കാരണങ്ങൾ പരിഗണിച്ചാണ് ഇവർ ഒഴിവാക്കപ്പെടുക. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ AK ബാലൻ, PK ശ്രീമതി എന്നിവരാണ് സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേക്കാവുന്നവരിൽ ശ്രദ്ധേയർ. ഇവർക്ക് പുറമെ മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണനെയും ഒഴിവാക്കിയേക്കും. അനാരോഗ്യം പരിഗണിച്ചാകും ശ്രീരാമകൃഷ്ണനെ മാറ്റുക. MV ബാലകൃഷ്ണൻ, P നന്ദകുമാർ, MM വർഗീസ്, NR ബാലൻ, MK കണ്ണൻ, ഗോപി കോട്ടമുറിക്കൽ, CM ദിനേശ് മണി, K ചന്ദ്രൻപിള്ള, S ശർമ്മ, K വരദരാജൻ, P രാജേന്ദ്രൻ, S രാജേന്ദ്രൻ, K രാജഗോപാൽ, ആനാവൂർ നാഗപ്പൻ, EN മോഹൻദാസ് എന്നിവരും ഒഴിവാക്കപ്പെട്ടേക്കും. പ്രായപരിധിയിൽ തട്ടിയാണ് ഭൂരിഭാഗം പേരും മാറേണ്ടി വരുന്നത്. പ്രായപരിധി നിശ്ചയിക്കുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥ പ്രായവും രേഖകളിലെ പ്രായവും വ്യത്യാസമാണെങ്കിൽ ഏതാകും പരിഗണിക്കുകയെന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കും. കൊല്ലത്ത് നിന്നുള്ള പ്രതിനിധി സൂസൻ കോടിയെയും സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളും നീക്കങ്ങളുമാണ് സൂസൻ കോടിയെ ഒഴിവാക്കാൻ കാരണമാകുക. 19ഓളം പേർ ഒഴിയുമ്പോൾ 30ഓളം പേരടങ്ങുന്ന പട്ടികയാണ് പരിഗണനയിലേക്ക് വരുന്നത്. ഇതിൽ ജില്ലാ സെക്രട്ടറിമാരായ KV അബ്ദുൾ ഖാദർ, K റഫീഖ്, M മെഹബൂബ്, VP അനിൽ, M രാജഗോപാലൻ എന്നിവർ ഉറപ്പായും സംസ്ഥാന സമിതിയിലെത്തും. തിരുവനന്തപുരത്ത് നിന്ന് DK മുരളി MLA, IB സതീഷ് MLA, SJ പ്രീജ എന്നിവരിൽ ഒരാളെയാകും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കുക എന്നാണ് അറിയുന്നത്. കൊല്ലത്ത് നിന്ന് സൂസൻ കോടിയെ ഒഴിവാക്കുകയാണെങ്കിൽ X ഏണസ്റ്റ് സംസ്ഥാന സമിതിയിലേക്ക് എത്തിയേക്കും. M നൌഷാദ് MLA, S ജയമോഹൻ തുടങ്ങിയവരും സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയേക്കും. ഇതിൽ X ഏണസ്റ്റിനാണ് മുൻതൂക്കം. പത്തനംതിട്ടയിൽ നിന്ന് നിലവിൽ 2 പേരാണ് സംസ്ഥാന കമ്മിറ്റിയിലുള്ളത്. മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, നിലവിലെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം എന്നിവരാണ് സംസ്ഥാന സമിതിയിലുള്ളത്. മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വന്നേക്കും. നിലവിലെ അംഗസംഖ്യ നിലനിർത്തുകയാണെങ്കിൽ വീണ ജോർജിനെ ഉൾപ്പെടുത്തണമെങ്കിൽ KP ഉദയഭാനുവിനെ ഒഴിവാക്കേണ്ടി വരും. ആലപ്പുഴയിൽ നിന്ന് KH ബാബുജാൻ, PP ചിത്തരഞ്ജൻ MLA, H സലാം MLA, K പ്രസാദ് എന്നിവരുടെ പേരുകളും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. കോട്ടയത്ത് ജെയ്ക്സി തോമസ്, PK ഹരികുമാർ, TR രഘുനാഥൻ, ജെറി സക്കറിയ എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് പുഷ്പദാസ്, ജോൺ ഫെർണാണ്ടസ് എന്നിവരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. തൃശൂരിൽ നിന്ന് UP ജോസഫ്, മന്ത്രി R ബിന്ദു എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. മലപ്പുറത്ത് നിന്ന് ശശികുമാർ, കൂട്ടായി ബഷീർ, സോഫിയ, സിന്ധു എന്നീ പേരുകളാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കുന്നത്. കോഴിക്കോട് നിന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിന്റെ പേരും ഉയരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, N സുകന്യ, SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് K അനുസുറി എന്നിവരുടെ പേരുകൾക്ക് മുൻഗണനയുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിലെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചേക്കാൻ ഇടയില്ല. സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും പുതിയ സംസ്ഥാന കമ്മിറ്റി യോഗം സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുക. എന്നാൽ 2022 എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിക്ക് പുറമെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നു. ഈ രീതി കൊല്ലം സമ്മേളനത്തിൽ തുടർന്നേക്കാം. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് AK ബാലൻ, PK ശ്രീമതി എന്നിവരുടെ ഒഴിവിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് TN സീമ, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. EP ജയരാജൻ, TP രാമകൃഷ്ണൻ എന്നിവർക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ 75 വയസ്സ് തികഞ്ഞാലും ഇരുവരെയും സെക്രട്ടേറിയറ്റിൽ നിലനിർത്തിയേക്കും. നിലവിലെ സെക്രട്ടേറിയറ്റിൽ 2 ഒഴിവുകളാണുള്ളത്. ഈ ഒഴിവുകളിലൊന്നിൽ TN സീമയെയാണ് പരിഗണിക്കുന്നത്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പേരും പരിഗണനയിലുണ്ട്. കണ്ണൂരിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്താൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് സാധ്യതയേറെയാണ്. P ശശി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നില്ല എങ്കിൽ MV ജയരാജന്റെ പേരും P ജയരാജന്റെ പേരും പരിഗണിച്ചേക്കാം. നിലവിൽ 17 അംഗങ്ങളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ളത്. മഹേഷ് ചന്ദ്രൻ, ന്യൂസ് മലയാളം, കൊല്ലം.
CPIM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് സമാപനമാകുമ്പോൾ കാസർഗോഡ് പാർട്ടി ജില്ലാ ഘടകം ആശങ്കയിലാണ്. ഇത്തവണയെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഒരാളെ പരിഗണിക്കുമോ എന്നതാണ് പ്രവർത്തകരും നേതാക്കളും ചോദിക്കുന്നത്. ജില്ല രൂപവത്കരിച്ച ശേഷം പി കരുണാകരൻ മാത്രമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പാർട്ടിയും സർക്കാരും കാസർഗോഡിനോട് അവഗണന കാണിക്കുന്നുവെന്ന വിമർശനം നിലനിൽക്കെയാണ് പാർട്ടി സംസ്ഥാന സമ്മേളനം പൂർത്തിയാകുന്നത്. കാസർഗോഡിനൊരു മന്ത്രി എന്ന സ്വപ്നം ബാക്കി നിൽക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അവഗണനയാണ്. പി കരുണാകരൻ പാർട്ടി പത്രത്തിന്റെ ജനറൽ മാനേജറായതോടെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുത്തത്. എറണാകുളം സമ്മേളനത്തിൽ പി കരുണാകരനെ ഒഴിവാക്കിയപ്പോൾ പകരക്കാരനായി മുതിർന്ന സംസ്ഥാന സമിതി അംഗം സതീഷ് ചന്ദ്രനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. എന്നാൽ കണ്ണൂരിൽ നിന്നും പിണറായി വിജയൻ, EP ജയരാജൻ, PK ശ്രീമതി, MV ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിങ്ങനെ 5 പേരാണ് സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്നത്. കോടിയേരിയുടെ ഒഴിവാണ് ഇപ്പോഴുള്ളത്. PK ശ്രീമതിക്ക് 75 തികഞ്ഞു. പ്രായം കർശനമാക്കിയാൽ ശ്രീമതിക്ക് ഒഴിയേണ്ടി വരും. അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും സെക്രട്ടേറിയറ്റിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്. കാസർഗോഡ് ജില്ലയിൽ CH കുഞ്ഞമ്പു, KP സതീഷ് ചന്ദ്രൻ, MV ബാലകൃഷ്ണൻ എന്നിവരാണ് സംസ്ഥാന സമിതി അംഗങ്ങൾ. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ M രാജഗോപാലൻ സംസ്ഥാന സമിതിയിലുണ്ടാകും. ന്യൂസ് മലയാളം, കാസർഗോഡ്.